കുട്ടികളെ ഇന്ന് നമ്മൾ ചാപ്റ്റർ 8 അൺചേഞ്ചിങ് റിലേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ശരിക്കും അൺചേഞ്ചിങ് റിലേഷനകത്താണ് നമ്മൾ പുതിയതായിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില സംഖ്യകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് 7, 8, 9 ചിലപ്പോൾ ആൽജിബ്ര എന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ വളരെ ബേസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, ചിലർക്ക് ഇതെന്താണെന്ന് തോന്നും. ഒന്നും പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങളത് മനസ്സോടെ കേട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം ഒക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നായി തന്നെ ഞാനിതാ ഈ ഗ്രീൻ കളർ ബോക്സിൽ കിടക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദ സം ഓഫ് ദ numbers got by adding a number to one of them and subtracting the same number from the other. എന്താണ് അർത്ഥമെന്ന് മനസ്സിലായോ? രണ്ട് സംഖ്യകൾ, ഒരു മിനിറ്റ്, ഇവിടെ രണ്ട് സംഖ്യകൾ ഞാൻ ആഡ് ചെയ്യുന്നു. അതായത് 128 പ്ലസ് 99 എന്ന സംഖ്യ ഞാൻ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നോക്കുക, 128നെ 99 കൊണ്ട് ഞാൻ ആഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ 17 വരും. ശിഷ്ടം 1, 9, 2 11, 1 12, റിമൈൻഡർ 1, 227. അപ്പോൾ ഈ ആൻസർ 227 കിട്ടും. അപ്പോൾ ഈ ആൻസർ കണ്ടെത്താനായിട്ട് നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? പക്ഷേ ഈ ആഡ് ചെയ്യാതെ നമുക്ക് മൈൻഡിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ദ നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് the number one of them and subtracting the same number from the other. ഞാൻ ഇതിനോടുകൂടി എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഞാൻ ഒന്ന് കുറയ്ക്കുന്നു, അതുപോലെ ഇതിനോടുകൂടി ഒന്ന് കൂട്ടുന്നു. അതിന് തുല്യമായിരിക്കും ഉറപ്പായിട്ടും. 127 100 എത്ര? 227. അതാണ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. പിടികിട്ടിയോ? ഇത്രേ ഉള്ളൂ. 5ഉം 4ഉം കൂടെ നിങ്ങൾ കൂട്ടുന്നു. 5ഉം 4ഉം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 9 ആണല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ആൻസർ എന്താ? ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു, ഇതിൽ നിന്ന് ഒന്ന് കൂട്ടുന്നു. അപ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയാണ്? 9 തന്നെയായിരിക്കും. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എഴുതിയാൽ എന്തെഴുതാം? ഒരു 135 പ്ലസ് ഒരു 98 നമുക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഈ നമ്പറിനോട് കൂടി 2 കൂട്ടുക. അപ്പോൾ ഇതെന്താവും? 100 ആവുന്നു. അതേ സംഖ്യ ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. 135 2 കുറച്ച് 130. സോ ആൻസർ ഈസ് 233 അല്ലേ? 133 100 233. എത്ര വേഗം അത് കിട്ടുന്നതെന്ന് നോക്കിയേ. ഇത് കൂട്ടി നോക്കിയാലോ അത് തന്നെയല്ലേ? 8 5 13, റിമൈൻഡർ 1, 9 3 12, 1 13, ശിഷ്ടം 1 231. കണ്ടോ? പക്ഷേ ഇത് കൂട്ടിയെടുക്കാൻ നമ്മൾ കുറേ ബുദ്ധിമുട്ടും. പക്ഷേ ഇങ്ങനെയുള്ളത് സീറോസിലേക്ക് ആദ്യം അത് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എത്ര സംഖ്യ കൂട്ടിയെന്ന് നോക്കുക. അതേ സംഖ്യ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതിയാവും. അങ്ങനെയെങ്കിൽ പേജ് നമ്പർ 116 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻ്റലി കാൽക്കുലേറ്റ് ദ സം ബിലോ 137 പ്ലസ് 199. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി 199 സീറോസിലേക്ക് എത്തിക്കണമെങ്കിൽ +1 കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 137ൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോൾ 136 പ്ലസ് 200 വരും. അപ്പോൾ ഇത് വരും 236 വരും. എന്ത് സിമ്പിളല്ലേ? ടീച്ചർ ഒന്ന് എഴുതിയേക്കാം. നമ്മൾ 137 പ്ലസ് 99 ആഡ് ചെയ്യാൻ നമ്മളിവിടെ ചെയ്യേണ്ടത് 99നോടുകൂടി ഞാൻ +1 ചെയ്തു എങ്കിൽ 137ൽ നിന്ന് ഞാൻ -1 ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് 136 എന്നാവും, ഇത് 100 എന്നാവും. അവന് നമ്മുടെ ആൻസർ 236 എന്നാവും. ക്ലിയർ അല്ലേ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? 375 പ്ലസ് 298. ഇത് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഏതാ എളുപ്പം? 298ൻ്റെ കൂടെ +2 ചെയ്താൽ പോരെ. സോ 298ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ അത് 300 ആവും. 2 കൂട്ടിയത് കൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ 375ൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പോൾ ഇത് 373 എന്നാവും. പ്ലസ് ഇത് 300 എന്നാവും. അതായത് 673 ഫൈനൽ ആൻസർ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ,
697 പ്ലസ് 174 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 174 എന്ന സംഖ്യ ഒരു 6 കൂടി ആഡ് ചെയ്താൽ എന്തായി? 200 എത്തും. ഇവിടെയാണെങ്കിലോ 697 കൂടെ 3 ആഡ് ചെയ്താൽ നമുക്ക് 700 എത്തിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏത് സൈഡിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. സോ ഇവിടെ 697 പ്ലസ് 3 ഞാൻ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 174 നിന്ന് -3 ചെയ്യണം. അപ്പോൾ 697 3 700 ഇത് 171 ആഡ് ചെയ്യുമ്പം 178 871 എന്നാവും അല്ല. എത്ര നമുക്ക് ഒന്ന് പേനെടുത്ത് എഴുതുക, കാൽക്കുലേറ്റർ നോക്കുക, ഒന്നും വേണ്ട. നമുക്ക് മൈൻഡിൽ വെറുതെ എഴുതാവുന്നല്ലേ ഉള്ളൂ ഇങ്ങനെ പഠിച്ചാൽ. ഈസി അല്ലേ? അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1489 പ്ലസ് 2363. നിങ്ങൾക്ക് 2 ഡിജിറ്റ് എടുക്കാം, 3 ഡിജിറ്റ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം 3 ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 363 ഒന്നെങ്കിൽ മൈനസ് ചെയ്ത് 0 എത്തി 2000 ആക്കാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ 363 മൈനസ് ചെയ്തതെങ്കിൽ ഇവിടെ 1489 കൂടെ 363 ആഡ് ചെയ്യുന്നു. ഇവിടെ നിന്നോ 2363 നിന്ന് 363 മൈനസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് 363 കൂട്ടാനും കുറയ്ക്കാനും കിട്ടിയെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ 2000 എത്തിക്കാൻ വേണ്ടി 363 മൈനസ് ചെയ്താലോ എന്ന് ചിന്തിച്ചെടുത്തു എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇതെന്താവും? ഇത് 2000 എന്നാകും. ഇത് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കിയേക്കാം. 1489 363 കൂടെ ആഡ് ചെയ്ത് 9 3 12, 8 6 14 1 15, 4 3 7 1 8. എത്രയാണ്? 1852. അതാണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. സോ 1852 2000 കൂടെ കൂട്ടി എത്രയാണ്? 3852. ശരിയല്ലേ? ക്ലിയർ ആയോ സെക്ഷൻ? വെറുതെ നമ്മളത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത്ര അതിനകത്ത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ.